പരിഹാസങ്ങളും ദുരിതങ്ങളും താങ്ങുവാൻ ത്രാണിയില്ലാതെ, പരിഹാസങ്ങളും ദുരിതങ്ങളും താങ്ങുവാൻ ത്രാണിയില്ലാതെ പകച്ചു നിൽക്കും മനുഷ്യ, നീ ഒരു വേള പറയൂ യാകും ദൈവം. പകച്ചു നിൽക്കും മനുഷ്യ, നീ ഒരു വേള പറയൂ യാകും ദൈവം. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 27-ാം അധ്യായം 5-ാമത് വാക്യം: നിങ്ങളുടെ വാദം ഞാൻ ഒരു നാളും സമ്മതിക്കയില്ല, മരിക്കുവോളം എൻ്റെ നിഷ്കളങ്കത്വം ഉപേക്ഷിക്കുകയുമില്ല എന്ന ഭക്തൻ്റെ വാക്കുകളാണ്. ഇയ്യോബിനെ നോക്കി ഒരു കൂട്ടം ആളുകൾ നീ നിഷ്കളങ്കനല്ലെന്നും ദൈവസന്നിധിയിൽ അനീതിയുള്ളവനാണെന്നും ഓർപ്പിക്കുമ്പോൾ കൃത്യമായ തലത്തിൽ താൻ മറുപടി പറയുന്നത്, ഞാനത് ഒരിക്കലും സമ്മതിച്ചു തരികയില്ല. എൻ്റെ ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വരെയും നിഷ്കളങ്കതയോടെ ഈ ലോകത്ത് ജീവിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചിട്ടുള്ളത് എന്ന് താൻ ഓർമ്മപ്പെടുത്തുന്ന വാക്കുകളാണ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. തിരുവചനം നാം പരിശോധിച്ചു നോക്കുമ്പോൾ രാജാക്കന്മാർക്കെഴുതിയ 2-ാം പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നയമാൻ പ്രവാചകൻ്റെ അരികിൽ വന്ന് സൗഖ്യം പ്രാപിക്കുകയും പ്രവാചകന് വേണ്ടി കൊണ്ടുവന്ന സമ്മാനം പ്രവാചകൻ വാങ്ങാത്തതുകൊണ്ട് അതുമായി മടങ്ങിപ്പോവുകയും ചെയ്യുമ്പോൾ എലീശ പ്രവാചകൻ്റെ ബാല്യക്കാരനായിരിക്കുന്ന ഗേഹസി ആ വാർത്തയറിഞ്ഞിട്ട് നയമാൻ്റെ പിന്നാലെ കടന്നു ചെന്ന് ആ നന്മയുടെ ഒരു പങ്ക് കൈപ്പറ്റി അത് ഒളിപ്പിച്ചു വെച്ച് പ്രവാചകൻ്റെ അരികിലേക്ക് കടന്നു വരുന്നതായ ദൃശ്യം ആ അധ്യായത്തിനകത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ചില നന്മ കാണുമ്പോൾ അതിൻ്റെ പിന്നാലെ ഓടി നിഷ്കളങ്കത്വം ഉപേക്ഷിച്ച് തിന്മ പ്രവർത്തിക്കുന്ന ആളുകൾ തിരുവചനത്തിൽ കാണുമ്പോൾ തന്നെ 4-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ വാക്യങ്ങൾ വായിക്കുമ്പോൾ മറ്റൊരു പ്രവാചക ശിഷ്യനെ നമുക്കവിടെ കാണുന്നുണ്ട്. ആ ശിഷ്യൻ്റെ ജീവിതത്തിൽ കുടുംബത്തിൻ്റെ അകത്ത് അരാജകത്വമുള്ളപ്പോഴും എങ്ങനെ കാര്യങ്ങൾ മുൻപോട്ട് പോകുമെന്നറിയാതെ ജീവിതം വളരെ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴും അവൻ നിഷ്കളങ്കതയോടെ പ്രവാചകനോട് കൂടെ തൻ്റെ ശുശ്രൂഷകൾ ചെയ്തിരുന്നു എന്ന് അവിടെ കാണുവാൻ കഴിയുകയാണ്. തൻ്റെ മരണശേഷം തൻ്റെ ഭാര്യ തന്നെക്കുറിച്ച് പറയുന്നത്, എൻ്റെ ഭർത്താവ് ജീവിച്ചിരുന്ന കാലത്ത് അവൻ യഹോവ ഭക്തനായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നത് രാജാക്കന്മാർക്കെഴുതിയ 2-ാം പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ വാക്യങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. നിഷ്കളങ്കത്വം വിട്ട് ജീവിച്ചവരും നിഷ്കളങ്കതയോടെ ജീവിച്ചവരും തിരുവചനത്തിൽ കാണുന്നുണ്ട്. ഇയ്യോബ് പറയുന്നത്, ഞാൻ എൻ്റെ മരണസമയം വരെയും നിഷ്കളങ്കതയോടുകൂടി മാത്രമേ എൻ്റെ ജീവിതം മുൻപോട്ട് കഴിക്കുകയുള്ളൂ എന്ന് വളരെ കൃത്യതയോടുകൂടി പറയുന്ന വാക്കുകൾ അവിടെ രേഖപ്പെടുത്തപ്പെടുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ ജീവിതം താൽക്കാലികമാണ്. ഈ താൽക്കാലികമായ ജീവിതകാലത്ത് എനിക്കും നിങ്ങൾക്കും ഒരാഴമായ സമർപ്പണമുണ്ടാകണം. ഞാൻ മരണം വരെയും നിഷ്കളങ്കതയോടെ ജീവിക്കും, ഞാനത് ഉപേക്ഷിച്ച് ഒന്നിൻ്റെയും പിന്നാലെ പോകയില്ലെന്ന് പറയുന്ന ഒരു സമർപ്പണത്തിൻ്റെ ജീവിതത്തിനു വേണ്ടി നാം നമ്മെ സമർപ്പിക്കുന്നു എങ്കിൽ
നമ്മുടെ കാലത്തല്ലെങ്കിൽ നമ്മുടെ തലമുറയുടെ കാലത്ത് ദൈവം നമുക്ക് നന്മ നൽകും, അല്ലെങ്കിൽ നമ്മുടെ തലമുറയ്ക്ക് നന്മ നൽകും എന്ന് വിശ്വസിച്ച് നമുക്ക് ജീവിക്കാം. അതിന് ദൈവം എൻ്റെ കേൾവിക്കാരെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ നിഷ്കളങ്കത കൈവിട്ട് കളയാതെ, സത്യസന്ധത കൈവിട്ട് കളയാതെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.